ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് മാത്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാത്സ് നമുക്ക് എക്സസൈസ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നലെ 2 കോഴ്സിൻ്റെ സെക്ഷൻ കണ്ടു. നമ്മൾ എക്സസൈസിലേക്ക് പോവാണ്. അതിനൊക്കെ മുമ്പ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് 6 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ വന്ന ഒരു സ്ക്വയർ വരയ്ക്കണം, സമചതുരം വരയ്ക്കണം. ഓക്കെ, അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം പരപ്പളവ്. അപ്പം അങ്ങനെ ഒരു ചതുരം, സമചതുരം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 6 തന്നെ മൾട്ടിപ്പിൾസ് ചെയ്ത് നോക്കിയാൽ നോക്കുക. 6 തന്നെ മൾട്ടിപ്പിൾസ് ചെയ്ത് നോക്കിയാണ് 6 × 1 6 വരും. പിന്നെ എന്ത് വരും? 2 × 3 ആണ്. പിന്നെ അടുത്ത 6 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? 2ഉം 3യും ഉള്ള 2 ഭാഗം വരയ്ക്കുക. ഓക്കെ, അപ്പം 2 × 3 6 ആണ്. പക്ഷേ 2 + 3 കിട്ടുമ്പോൾ 5 ആ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. അതിന് 2ഉം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ആ ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ തന്നെ ഒരു സ്ക്വയർ ആണ്, സമചതുരാണ്. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾസ് നോക്കാം. 6 പറഞ്ഞാൽ എന്താണ്? 6 × 1 ആണ് ഒരു മൾട്ടിപ്പിൾ. പിന്നെ അടുത്ത എന്താണ്? 2 × 3 അല്ലേ? 2 × 3 ആണ് അടുത്ത മൾട്ടിപ്പിൾ. പിന്നെ 3 × 2 ജസ്റ്റ് 3 × 2. ഓക്കെ, അങ്ങനെയൊക്കെയാണ് 6 വരുള്ളൂ അല്ലേ? 6 = 6 തന്നെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്തു. എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ, നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ ചൂസ് ചെയ്തു. 3 × 2 ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ, ഇത് രണ്ടും സെയിം ആണ്. 2ഉം 3യും 3 × 2 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സ്ക്വയർ ഇട്ടാനായിട്ട് വരയ്ക്കേണ്ടത് ആദ്യം നിങ്ങൾ ഈ 3യും 2ഉം 3 + 2 എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തേണ്ടത് 3യും 2. അപ്പോൾ 3 + 2 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരച്ചു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ഉള്ള വര പേര് കൊടുക്കാം. AB എന്ന് പേര് കൊടുക്കും. ഇതിനെ നമ്മൾ 3യും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 5 സെൻറ്റിമീറ്ററിനെ 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തൊരു? ഇത്രയും 3 സെൻറ്റിമീറ്ററും ഇത്രയും 2 സെൻറ്റിമീറ്ററും അല്ലേ? ഇത്രയും 3 സെൻറ്റിമീറ്റർ ഇത്രയും 2 സെൻറ്റിമീറ്റർ 3 + 2 ടോട്ടൽ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈൻ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ടർ വരയ്ക്കുക. ബൈസെക്ടർ എങ്ങനെ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം എങ്ങനെയാ? കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? മോർ ദാൻ ഹാഫ് ലെങ്ത് എടുക്കുക. കോമ്പസിന്റെ നീഡിലൂടെ കുത്തുക, ടിപ്പോടെ കുത്തുക. മോർ ദാൻ ഹാഫ് ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ ബിയിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്തിനാ വരയ്ക്കുന്നത്? അതിൻ്റെ ഈ ലൈൻ ABയുടെ മിഡിൽ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ പെർപെൻഡിക്കുലർ ഈ 2 ആർക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ AB എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആണെങ്കിൽ 2.5. നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് 2.5 ആയിരിക്കും. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എടുക്കാത്ത വരച്ചുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് 2.5 കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇവിടെ കോമ്പസ് കുത്താം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, നമ്മൾ സെമി സർക്കിൾ വരച്ചു. ഈ സെമി സർക്കിൾ വരച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റില്ലേ, ഓക്കെ, നമ്മൾ 3 2 മുറിച്ച് പോർഷൻ ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് എന്താ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, AB നമുക്ക് വേണമെങ്കിൽ എന്ത് പേര് കൊടുക്കാം? ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അതപ്പം ഇത്ര വരെ മനസ്സിലായല്ലോ. അപ്പം ഈ 3 സെൻറ്റിമീറ്റർ നമുക്ക് AB C എന്ന് പേര് കൊടുക്കാം. ഈ സിന്ന് നേരെ ഈ സർക്കിളുമ്പോൾ ടച്ച് ചെയ്യണ വരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു. നിങ്ങൾ CD എന്ന് പേര് കൊടുത്തു. ഓക്കെ, ABCD എന്ന് നമ്മൾ പേര് കൊടുത്തു. അല്ലെങ്കിൽ എളുപ്പത്തിന് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുല കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാൻ വേണ്ടി P എന്ന് പേര് എടുത്തു. അപ്പോൾ ABയും PCയും വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ സിയിൽ നിങ്ങൾ 90 ഡിഗ്രി എടുക്കുക. ഓക്കെ, സിയിൽ 90 ഡിഗ്രി എടുക്കുക. സിയിൽ കുത്തിയിട്ട് പ്രൊട്ടക്ടർ വയ്ക്കുക. 90 ഡിഗ്രി എടുത്തിട്ട് നീളത്തിലൊരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി എന്താ, ഈ പി സി എന്ന നീളം നിങ്ങൾ കോമ്പസിൽ കട്ട് ചെയ്യുക. ഈ പി സി എന്ന നീളം എത്രയാണ് അങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇന്നലെ പഠിച്ച ആ ലോജിക്ക് വെച്ചിട്ടാണ് പി സി എന്ന നീളം എത്രയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്ക്വയർ ആണ് അല്ലേ, എന്താണ്? അതുപോലെ നമ്മൾ എങ്ങനെയാ പറയാ, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുല അതിൽ പഠിച്ചായിരുന്നു. പഠിച്ചില്ലേ? നമ്മൾ ഒരു സ്ക്വയർ വരാണെങ്കിൽ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞൊരു ഡയാമീറ്ററിൽ കൂടെ ഇതാണ് ഒരു കോഡ്, ഒരു ഡയാമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു കോഡ് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവണേ എന്താണ് ഈ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കി, പി എയും പി ബിയും. ഓക്കെ, ഈ എ ബിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു അല്ലേ, എ ബി എന്ന കോഡിനെ രണ്ടായിട്ട് തിരിച്ചു, പി എയും പി ബി ആയിട്ട് തിരിച്ചു. അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും. ഇത് പഠിച്ചു അല്ലേ? ഇപ്പോൾ പി സി സ്ക്വയർ അല്ലെങ്കിൽ പി ഡി, ഇപ്പോൾ പി സി ആണ് ഒരു വശം തന്നിട്ടുള്ളൂ, അതുകൊണ്ട് പി സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ പി എ എന്താണ്? പി എ ഇൻറ്റു പി ബി. ഇപ്പോൾ പി എയുടെ എത്ര നീളം എന്താണ്? പി എയുടെ നീളം 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു പി ബി. പി ബി എത്രയാണ്? പി ബി 2 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 2 എത്രയാണ്? 6 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പം പി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. ഓക്കെ, ഇനി പി സി എങ്ങനെ കണ്ടുപിടിക്കും? പി സി കണ്ടുപിടിക്കാനായിട്ട് ഇത് സ്ക്വയർ ആണ് അല്ലേ. സ്ക്വയർ കളയാണെങ്കിൽ എന്ത് ചെയ്താൽ ഈക്വലിന് അപ്പുറം കിടക്കുന്ന സംഖ്യക്ക് റൂട്ട് ഇടാം. അപ്പോൾ പി സി ഇസ് ഈക്വൽ ടു √6 എന്ന് കിട്ടി. അപ്പോൾ പി സിയുടെ നീളം എത്രയാണ്? പി സിയുടെ നീളം നമുക്ക് √6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഈ പി സി എന്ന നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. സിയിൽ കുത്തി നമ്മൾ 90 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പി സി എന്ന നീളം കോമ്പസിൽ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യും? സിയിൽ കുത്തിയിട്ട് ഈ സെയിം നീളത്തിൻ്റെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആർക്ക് കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇനി ഇവിടെ എന്തെന്നെയാ, ഇവിടെ നമ്മൾ 90 ഡിഗ്രി എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ 90 ഡിഗ്രി എടുക്കുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സർക്കിളിന് പുറത്തേക്ക് പോവും, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഈ പി സി എന്ന നീളം ഇവിടെ പിയിൽ എടുക്കുക, നിങ്ങൾ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, പി സി എന്ന നീളം ഈ പിയിൽ കുത്തിയിട്ട് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ സർക്കിളിന് പുറത്ത് പോയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, ഈ നീളം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തേണ്ടതും ഇവിടെ എടുത്തേണ്ടതും. അപ്പോൾ 2 ആർക്ക് കട്ട് ചെയ്യുക നമുക്ക്. ഇനി ഇവിടെ ഇരുന്ന് എന്താ, ഏതെങ്കിലും ആർക്കിൽ നമ്മൾ 90 ഡിഗ്രി വയ്ക്കുക, താഴത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇതെന്തായിരിക്കും? √6 ആയിരിക്കും, താഴത്തെ √6 ആയിരിക്കും, സൈഡിലത്തെ √6 ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ത് വരും? √6 ഇൻറ്റു √6 6 വരും അല്ലേ. സെയിം നമ്പറുകൾ, റൂട്ടുള്ള സെയിം നമ്പറിന് ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക, അതിൻ്റെ റൂട്ട് പോകും. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്തായിരിക്കും? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. √6 ഇൻറ്റു √6 എന്ത് വരും? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അതല്ല നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞേ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ളൊരു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്വയർ വരച്ചു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്ട്രക്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വന്നൊരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മൾ ചോദിക്കാറുള്ളത് അല്ലേ. നമ്മൾ 6 തന്നെ മൾട്ടിപ്പിൾസ് ചെയ്തൊക്കെയാണ്. 6 തന്നെ മൾട്ടിപ്പിൾസ് ഒന്ന് 6 ഇൻറ്റു 1 വരും, പിന്നെ 3 ഇൻറ്റു 2 വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം അല്ലേ. ഞാൻ 3 ഇൻറ്റു 2 ആണ് ഈ ചൂസ് ചെയ്തത്. അപ്പോൾ എന്താണ്? 3 + 2 എന്താണ്? 3 + 2 എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരച്ചിട്ട് അതിനെ 3 × 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ എ ബി 5 സെൻറ്റിമീറ്റർ ആണ്, മൊത്തം 5 സെൻറ്റിമീറ്റർ ആണ്. എന്ത് ചെയ്യണം? നമ്മളിതിനെ 3 × 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ ലൈനിനെ 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇതിന് പി എന്ന് പേരുള്ളൂ. ഓക്കെ, ഈ പി എ പി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും പി ബി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഈ എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, സ്റ്റെപ്പ് സംശയമുള്ളവർ സ്റ്റെപ്പ് എഴുതുക. അടുത്ത ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിപ്പിൾ ചൂസ് ചെയ്തു. 3 + 2 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വര വരച്ചു. ഓക്കെ, ഇനി എന്താ, നമ്മൾ ഈ ലൈനിന് എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോകും. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോമ്പസ് എടുക്കുക. എനിക്കിവിടെ കോമ്പസ് വെച്ചിട്ട് ബോർഡിൽ വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് കോമ്പസ് എടുക്കുക.
മോർ ദാൻ ഹാഫ്. ഈ വരയുടെ പകുതി കൂടുതൽ നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. ഓക്കെ, നിങ്ങൾ ഏല് കുത്ത. ഇപ്പം ഇത് വലിയ ലൈൻ നീട്ടി വരച്ചതാണ് നിങ്ങൾക്ക് ശരിക്കും തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകുതി കൂടുതൽ നീളം എടുക്കുക. 8ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ അത് തന്നെ. എന്താണ് ഏല് കുത്ത, എന്താ ഈ ലൈനിൻ്റെ പകുതി കൂടുതൽ നീളം. ഓക്കെ, അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏല് കുത്തി മുകളിൽ ആർ കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഏല് കുത്തി അടിയിലേക്ക് ഒരു ആർ കട്ട് ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മിഡിൽ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ എ ബി എന്ന ലൈനിൻ്റെ കറക്റ്റ് മിഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ബിയിൽ ഈ സെയിം ഈ പകുതി കൂടുതൽ നീളം നിങ്ങൾ എയിൽ വെച്ച് എടുത്തു അല്ലേ. ഇനി കോമ്പസ് അനക്കണ്ട. ഈ കോമ്പസ് ഈ സെയിം മെഷർമെൻറ്റ് ബിയിൽ കുത്താം. എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ആർക്ക് കിട്ടും. എന്ത് ചെയ്യുക, ഞങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ 2 ആർക്ക് നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ എ പി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്തായാലും 2.5 ആയിരിക്കും. അപ്പോൾ ഈ കറക്റ്റ് നിങ്ങൾക്ക് ഈ 5 സെൻറ്റിമീറ്റർ പകുതി 2.5. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ സെൻറ്റർ. ഓക്കെ, 2.5 ആയിരിക്കും. നിങ്ങൾ സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ പോയിന്റ് 2.5 ആണ് കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിങ്ങളുടെ സ്കെയിൽ കുത്താം. ഓക്കെ, ഈ പോയിന്റിൽ നിങ്ങളുടെ സ്കെയിലല്ല കോമ്പസ് കുത്താം. കോമ്പസിൻ്റെ ടിപ്പ് കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ എ ബി അല്ലെങ്കിൽ ഈ ഇതും റേഡിയസ് ആയിട്ട് സെൻറ്ററിൽ കുത്താം. എന്നിട്ട് എയിൽ കുത്താം. ഓക്കെ, ഈ സെൻറ്ററും എയും ഓക്കെ O എന്ന് കൊടുക്കാം. ഈ O A റേഡിയസ് ആയിട്ട് നിങ്ങൾ ഒരു സെമി സർക്കിൾ വരയ്ക്കും. വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററോടെ കുത്തിയിട്ട് OA നിങ്ങൾ നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെൻറ്ററോടെ ആയിരിക്കണം കേട്ടോ, കോമ്പസിൻ്റെ സെൻറ്ററോടെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതിൽ വര വരയ്ക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സെമി സർക്കിൾ കിട്ടും. ഓക്കെ, ഈ സെമി സർക്കിൾ കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എ പി അല്ലേ 3 സെൻറ്റിമീറ്റർ ഉള്ള എ പി ഇവിടെ മുറിച്ചിട്ടുണ്ട് അല്ലേ. ഈ പി എന്നുള്ള ഭാഗം നേരെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇവിടെ മുട്ടിക്കുക, സർക്കിളിൽ മുട്ടിക്കുക. ഓക്കെ, നമുക്ക് അതിന് പേര് പി സി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, നമുക്ക് വരയ്ക്കേണ്ടത് നമുക്ക് സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ സ്ക്വയർ വരയ്ക്കാനായിട്ട് എത്ര സൈഡിലുള്ള സ്ക്വയർ വരയ്ക്കേണ്ടത്, 6 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്താണ് ഡ്രോ എക്സ്റ്റെൻഡ് പി ടു സി. ഓക്കെ, പി സി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് അതാണ്. സംശയമുള്ളവർ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആയി നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സ്റ്റെപ്പ് എഴുതി വയ്ക്കാം നോട്ട്ബുക്കിൻ്റെ അവിടെ സൈഡിൽ. അപ്പം ഇനി കൺസ്ട്രക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരില്ല. അതിന് മൊത്തം നമ്മൾ ഫിഗർ വരച്ച് കഴിയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് ഏതാണ് വരച്ചതെന്ന് സംശയം വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്ന വെച്ചാൽ ആ രീതിയിൽ എഴുതി വെച്ചാൽ മതി. ഇനി വീണ്ടും ഇത് പഠിക്കേണ്ട ഒരു വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പി സി നമ്മൾ വരച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സി നമുക്ക് സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ് അല്ലേ. സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സിന്ന് പ്രൊട്രാക്ടർ എടുത്ത് ഈ സിയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. ഈ സിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓക്കെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സിയിൽ സി എന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ പി ബി 90 ഡിഗ്രി ആണ് അവിടെ വരാം. ഇതും എന്താണ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കാം, നമുക്ക് ഈ പി സി എന്ന് പറഞ്ഞ നീളം നമുക്കറിയില്ല അല്ലേ. പി സി എന്ന് പറഞ്ഞ നീളം നമുക്കറിയില്ല. ഈ പി സി ഒരു സൈഡാക്കിയിട്ടാണ് നമ്മൾ ഇനി സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പി സി എത്ര വരും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇന്നലെ പഠിച്ച കണ്ടീഷൻ, ഇന്നലെ പഠിച്ച റൂൾ പഠിച്ചു അല്ലേ. എന്താണ് പി എ ഇൻറ്റു പി ബി സി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റൂൾ പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇത് പ്രൂവ് ചെയ്യാൻ പോകണം. നമ്മൾ വരയ്ക്കണേ ഇത് 6 തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകണം. ഓക്കെ, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയറിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. പി എ എന്താണ്, പി എ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പി ബി എന്താണ്, പി ബി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. 3 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. 6 ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നമുക്ക് വേണ്ടത് പി സി മാത്രം പോരെ, സ്ക്വയർ വേണ്ട. ഓക്കെ, അപ്പോൾ പി സി മാത്രം കാണാനായിട്ട് എന്ത് ചെയ്യുക, ഈക്വൽ ടു ഇപ്പോഴത്തെ നമ്പറിന് റൂട്ട് എടുക്കുക അല്ലേ. അപ്പോൾ റൂട്ട് 6 ഈസ് ഈക്വൽ ടു പി സി എന്ന് കിട്ടും. അപ്പോൾ പി സിയുടെ നീളത്തിൽ വന്നിട്ട് റൂട്ട് 6 എന്ന് കിട്ടും. ഓക്കെ, ഈ റൂട്ട് 6 എന്ന് കിട്ടി. ഈ പി സി നിങ്ങൾ കോമ്പസിൽ എടുക്കുക. ഓക്കെ, കോമ്പസിൽ നിങ്ങൾ പി സി എന്ന മെഷർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പിയിൽ കുത്തിയിട്ട് ഒരു ആർ കട്ട് ചെയ്യുക. പി സി നീളത്തിലുള്ള ആർ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ പി സി നീളം എടുത്തിട്ട് ഈ സിയിൽ കുത്തിയിട്ട് ഒരു ആർ കട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ 2 ആർക്ക് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ ആർക്കിൽ വെച്ചിട്ട് നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എന്ത് വരും, ഈ പി, ഈ സൈഡ് എന്ത് വരും, PG √6 വരും. സി ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ABCD ഇത് വരും √6 വരും. DG എന്ന് പറയുന്നത് √6 വരും കേട്ടോ. എല്ലാ സൈഡും √6 ആയിരിക്കും. കാരണം എന്താ, ഈ PC എന്ന മെഷർമെന്റ് ആണ് നമ്മൾ എല്ലായിടത്തും മാർക്ക് ചെയ്തത് അല്ലേ. അതുകൊണ്ട് എല്ലാ സൈഡും √6 വരും. അപ്പോൾ എല്ലാ സൈഡും √6 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏരിയ ഓഫ് എ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് വശം ഇൻറ്റു വശമാണ് അല്ലേ, സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഈ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്, ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് √6 ആണ് അല്ലേ. √6 ഇൻറ്റു √6 ഇസ് ഈക്വൽ ടു 6. സെയിം 2 നമ്പറുകൾ റൂട്ട് എടുത്ത് ഇൻറ്റു ചെയ്യാന്നുണ്ടെങ്കിൽ ആ റൂട്ട് മാറും. എന്തുവരും, സെന്റിമീറ്റർ ആയതുകൊണ്ട് ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടോ. അപ്പോൾ 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു എന്താണ് ഏരിയ ഉള്ളൊരു സ്ക്വയർ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ സ്ക്വയർ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് 6 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വന്നൊരു സമചതുരം നമ്മൾ വരച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്, എക്സാമിൽ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റെപ്പുകൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി എക്സ്റ്റെൻഡ് P to C എന്താണ്, പിന്നെ ഈ സ്റ്റെപ്പൊക്കെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വയ്ക്കാൻ നമുക്ക് സ്ക്വയർ കിട്ടും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അതിനാണ് വീണ്ടും രണ്ടാമത് പറഞ്ഞത്. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, കുറച്ചുകൂടി മനസ്സിലാവും. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ. നമ്മുടെ എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ ആണ്, ഈ മോഡൽ തന്നെ വന്നതാണ്, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ തന്നെ ഒരു സ്ക്വയർ വരയ്ക്കാം. അതാണ് ഈ നമ്മൾ 3-6 പകരം 15 വന്നിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 15 ആയിട്ട് തന്നെ മൾട്ടിപ്പിൾസ് ചെയ്ത് വെക്കാനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താണ് 5 × 1 15 വേണം അല്ലേ. 15 വന്നം. അപ്പോൾ നമുക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾസ് വരിക, 15 വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 3യും 1 × 15 പിന്നെ 3 × 5 അല്ലേ. 1 × 15 ആകുമ്പോൾ നമ്മുടെ ഫിഗർ വലിയ ഫിഗർ ആവും. അതുകൊണ്ട് നമുക്ക് 3യും 5 കൊടുക്കാം. ഓക്കെ, 3യും 5 കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, 3യും 5 നമ്മൾ ചൂസ് ചെയ്തു. 3 × 5 15 ആണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ നമ്മൾ ചൂസ് ചെയ്തു. അത് നമ്മൾ എന്താ വരയ്ക്കേണ്ടത്, നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ് 3 + 5 = 8 സെന്റിമീറ്റർ ഉള്ള ലൈനാണ് ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോരുത്. നമ്മൾ മൾട്ടിപ്പിൾ ചൂസ് ചെയ്യുക, ആ 2 നമ്പർ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന സംഖ്യയാണ് നമ്മളെടുത്ത് ലൈൻ വരയ്ക്കേണ്ടത്. നമ്മൾ 8 സെന്റിമീറ്റർ ഉള്ളൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, 8 സെന്റിമീറ്റർ തന്നെ ലൈൻ വരച്ചു. AB 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. എന്ത് ചെയ്യുക, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, 3യും 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്താ 5ഉം 3 ആയിട്ട് 3യും 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 3യും 5 ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇത് 3 സെന്റിമീറ്റർ, ഇത് P എന്ന് കൊടുത്തു. ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് B, ഇത് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എയും അടിയിലില്ല. മൊത്തത്തിൽ 8 സെന്റിമീറ്റർ. ഓക്കെ, മൊത്തത്തിൽ 8 സെന്റിമീറ്റർ 3യും 5 ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്തത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. സ്റ്റെപ്പുകൾക്കൊന്നും ഒരു വ്യത്യാസമില്ല, നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണ്, മോർ ദാൻ ഹാഫ് നീളം നിങ്ങൾ എയിൽ നിന്ന് എടുക്കുക. ഓക്കെ, അവിടെ ആർക്ക് കട്ട് ചെയ്യുക, അടിയിലൊരു ആർക്ക് കട്ട് ചെയ്യുക. പകുതി കൂടുതൽ നീളം കോമ്പസ്റ്റ് എടുത്തു. ഓക്കെ, ബിന്നും ആ സെയിം ലെങ്ത് വെച്ച് ബിന്ന് നമ്മൾ ആർക്ക് കട്ട് ചെയ്യും. ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നുകൊണ്ട് കറക്റ്റ് 4 സെന്റിമീറ്ററിലായിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കുന്നത് എന്തിനാണ്, നമ്മൾ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് കടന്നുകൊണ്ട് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 8ന്റെ പകുതി 4 അല്ലേ, 4 സെന്റിമീറ്റർ ആയിരിക്കും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നു പോവുക. ഓക്കെ, ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഇത് സെന്റർ ആക്കി അല്ലേ, OA സെന്റർ ആക്കി എന്ത് വരയ്ക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ OA റേഡിയസ് ആക്കിയിട്ട് ഒരു സെമി സർക്കിൾ ഞാൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടി. OA റേഡിയസ് ആക്കിയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു.
പെർപെൻഡിക്കുലറിന്റെ സിമ്പിൾ ആയിട്ടത് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി അടുത്ത് എന്താണ്, ഇനി ഒ എ റേഡിയസ് ആക്കിയിട്ട് ഒ എ റേഡിയസ് വരച്ചിട്ട് ഇത് സെമി സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സെമി സർക്കിൾ വരച്ചു. എന്താ ചെയ്യാ, ഈ പിയും കണ്ട ഈ പിയിൽ വെച്ചാണ് ഡിവിഷൻ നടന്നത് അല്ലേ. 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഡിവൈഡ് ചെയ്ത് ഈ പോയിന്റ് പിയിൽ വെച്ചിട്ടാണ്. ആ പിന്ന് നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ സർക്കിളുമ്പോൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. കിട്ടിയില്ലേ? ഇനി എന്താ നമുക്ക് ഇത് നോക്കണ്ടേ? ഇനി ഈ പി സിന് പേര് കൊടുത്തു. ഈ പി സി എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, പി സി എത്രയാണെന്ന് നോക്കണം. എങ്ങനെയാ, നേരത്തെ ചെയ്ത് സെയിം പോലെ തന്നെ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, എന്താ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് എന്താണ്? പി എ എന്ന് പറയുന്നത് 3, പി ബി എന്ന് പറയുന്നത് 5. 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ. 15 ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയർ മാറ്റാനായിട്ട് ഈ സംഖ്യയുടെ റൂട്ട് എടുക്കുക അല്ലേ. റൂട്ട് 15 ഇസ് ഈക്വൽ ടു പി സി എന്ന് കിട്ടി. അപ്പോൾ പി സി എന്നതിൻ്റെ നീളം എത്രയാണ്? റൂട്ട് 15. നിങ്ങൾ ഈ പി സി എന്ന നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സിയിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രിക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇവിടെ പിയിലും ഒരു 90 ഡിഗ്രിക്കുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പി സി എന്ന നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുക. പി സി എന്ന നീളം കോമ്പസിൽ എടുത്തു നമ്മൾ. പി സി എന്ന നീളം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആർ കട്ട് ചെയ്യുക. ഓക്കെ, ഈ പിയിൽ വെച്ചിട്ടൊരു ആർ കട്ട് ചെയ്യുക, സിയിൽ വെച്ചിട്ടൊരു ആർ കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 90 ഡിഗ്രി എടുക്കുക. ഈ പോയിന്റ് വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള, ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ഇവിടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈഡ് എന്തായിരിക്കും? റൂട്ട് 15 ആയിരിക്കും. ഇത് റൂട്ട് 15 ആയിരിക്കും. ഈ സൈഡ് എന്തായിരിക്കും? ഇതും റൂട്ട് 15 ആയിരിക്കും. കാരണം എന്താ, ഈ പി സി എന്ന മെഷർമെന്റ് ആണ് നമ്മൾ എല്ലായിടത്തും ആർക്ക് കട്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് എല്ലാ സൈഡും റൂട്ട് 15 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ട സ്ക്വയർ. ഓക്കെ, നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 15 ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് റൂട്ട് 15 ഇൻറ്റു 15 ഈക്വൽ ടു 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ വരയ്ക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഏത് എത്രേൻ്റെ സ്ക്വയർ ആണ് വരയ്ക്കാനുള്ളത്. ഇപ്പോൾ 6ന്റെ സ്ക്വയർ വരയ്ക്കാനായിട്ട് നമ്മൾ 6 തന്നെ മൾട്ടിപ്പിൾസ് ചൂസ് ചെയ്തു. 3ഉം 2ഉം അല്ലേ. 1ഉം 6ഉം വെച്ച് ചെയ്യാം, പ്രശ്നമില്ല. 3ഉം 2ഉം വെച്ച് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മാറ്റി വരച്ച് നോക്കിക്കോ, എന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ചൂസ് ചെയ്തു. ആ മൾട്ടിപ്പിൾ നമ്പർ ആഡ് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ 3ഉം 2ഉം ചൂസ് ചെയ്യണമെങ്കിൽ 6 അല്ല വരയ്ക്കേണ്ടത്, 3 + 2 5 എടുത്ത് സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 5 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് ആ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെയാണോ ഈ ലൈൻ ഡിവൈഡ് ചെയ്തത് ആ പോയിന്റും സർക്കിളായിട്ട് ടച്ച് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അവിടുന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ, ഈ ലെങ്ത് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിന്റെ സൈഡായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യാനായിട്ട് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നിട്ട് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 15 ആണെങ്കിൽ അതേപോലെ സെയിം സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത് അല്ലേ. എന്താണ്, ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ചൂസ് ചെയ്തു. 3ഉം 5ഉം ആണ് ചൂസ് ചെയ്തത്. 5 + 3 8 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതിന് 3ഉം 5ഉം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെമി സർക്കിൾ വരച്ചു. ഒ എ റേഡിയസ് ആയിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു. ഈ പിയും ഈ സർക്കിളും തമ്മിൽ ജോയിൻ ചെയ്തു. സിന്ന് പേര് കൊടുത്തു. ഈ പിന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം, സിന്ന് 90 ഡിഗ്രി എടുത്ത് വരയ്ക്കാം. എന്നിട്ട് എന്താ, ഈ പി സി എന്ന ലെങ്ത് ഈ പിയിൽ കുത്തിയൊരു ആർക്ക് കട്ട് ചെയ്യുക, സിയിൽ കുത്തിയൊരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നേരെ ഇത് ഒരു സ്ക്വയർ ആക്കി എടുക്കുക. അപ്പോൾ ഈ സൈഡുകളൊക്കെ എന്ത് വരും? സൈഡുകളൊക്കെ റൂട്ട് 15 വരും. അതിൻ്റെ സ്റ്റെപ്പാണ്, അതിൻ്റെ സ്റ്റെപ്പും കാണിക്കണം കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏരിയ നമ്മൾ കാണിക്കണം. ഏരിയ എന്ത് കിട്ടി? 15 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം എളുപ്പമുള്ളതാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ആയാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ചോദിക്കാറുണ്ട്, അതാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾ ഈ 2 ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഹോംവർക്കായിട്ട് എന്ത് ചെയ്യാം, ഹോംവർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ 12 വന്നൊരു ഓക്കെ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വന്നൊരു ഇങ്ങനെ ഒരു സ്ക്വയർ നിങ്ങൾ വരച്ചു നോക്കാം. നമുക്ക് ഹോംവർക്ക് തരാം. ഓക്കെ, ഹോംവർക്കാണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അത് ഞാൻ ആരോടെങ്കിലും പറയും, ഗ്രൂപ്പിൽ നിങ്ങൾ പേര് പറയും. ആ പേര് പറയണവർ എനിക്ക് ഹോംവർക്കിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ
12 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഹോംവർക്ക്. എന്താണ് മലയാളത്തിൽ പറയുന്നത്? എന്താണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന ഒരു സമചതുരം വരയ്ക്കുക. ഏത് മെത്തേഡ് യൂസ് ചെയ്ത്? ഇപ്പൊ നമ്മൾ കണ്ടു രണ്ടെണ്ണമില്ലേ, ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് തന്നെ ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. രാവിലെ ഞാൻ പേരിടും. ഓക്കെ, ക്ലാസ് ടൈമിൻ്റെ പേരിടും. അപ്പോൾ നിങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവരും എനിക്ക് ഹോംവർക്ക് പേരിട്ടവർ മാത്രം അയച്ചു തന്നാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെനിക്ക് ഹോംവർക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.